എന്തുകൊണ്ടാണ് ചില പുരുഷന്മാർക്ക് 25-30 വയസ്സിൽ കഷണ്ടി വരുന്നത്? ചിലർക്ക് 65 വയസ്സായാലും മുടി നന്നായി നിൽക്കും. പക്ഷെ ചിലർക്ക് കോളേജ് കാലത്ത് തന്നെ ഹെയർ ലൈൻ പിന്നോട്ട് പോകാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പറഞ്ഞു തരാം. പല ആളുകളും കരുതുന്നത് കഷണ്ടി വരുന്നത് എണ്ണ തേക്കാത്തത് കൊണ്ടോ ഷാമ്പു മാറ്റിയത് കൊണ്ടാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആൻഡ്രോജനറ്റിക് അലോപേഷ്യയാണ്, അതായത് മെയിൽ പാറ്റേൺ ബാലൻസ്. ഇത് ജെനറ്റിക്സും ഹോർമോണും കാരണമാണ് ഉണ്ടാകുന്നത്. അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയുടെ കുടുംബത്തിലോ അടുത്ത ബന്ധുക്കൾക്കോ കഷണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കഷണ്ടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ DHT അഥവാ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഹോർമോൺ പ്രധാന പങ്ക് വഹിക്കുന്നു. ചില ആളുകളുടെ ഹെയർ ഫോളിക്കിൾസ് DHT എന്ന ഹോർമോണിനോട് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. DHTയുടെ ഇൻഫ്ലുവൻസിൽ കാലങ്ങൾ കഴിയുമ്പോൾ ഹെയർ ഫോളിക്കിൾസ് ചെറുതാകാൻ തുടങ്ങും. ആദ്യം ഹെയർ ലൈൻ പിന്നിലോട്ട് പോകും, പിന്നീട് മുടി നേർത്തു പോകും, സ്കാൽപ്പ് കൂടുതൽ വിസിബിൾ ആവാൻ തുടങ്ങും. ചില ഭാഗങ്ങളിൽ മുടി വളരുന്നത് തന്നെ നിലയ്ക്കാം. ഒരു പ്രധാന കാര്യം, ഇത് അമിതമായ മുടി കൊഴിച്ചിലായി മാത്രം കാണുന്നില്ല. പല പുരുഷന്മാരിലും ആദ്യം കാണുന്നത് ഹെയർ തിന്നിങ് ആണ്. അതായത് മുടി കൊഴിച്ചിലിനേക്കാൾ കൂടുതൽ മുടി നേർത്തു പോവുകയാണ് ചെയ്യുന്നത്. പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹെയർ ലൈൻ വന്ന മാറ്റം കൃത്യമായി കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം, എല്ലാ ഹെയർ ഫോളും മെയിൽ പാറ്റേൺ ബാലൻസ് അല്ല. തൈറോയ്ഡ് ഡിസീസസ്, അയൺ ഡെഫിഷ്യൻസി, സ്ട്രെസ്, ക്രാഷ് ഡയറ്റ്, ചില സ്കാൽപ്പ് കണ്ടീഷൻസ്, മെഡിക്കേഷൻ എന്നിവയും ഹെയർ ഫോളിന് കാരണമായേക്കാം. എൻ്റെ പേഷ്യൻസിൽ മുടി കൊഴിയുന്നുണ്ടോ എന്നുള്ളതല്ല ഞാൻ നോക്കാറുള്ളത്. അവരുടെ സ്കാൽപ്പ് കൂടുതൽ വിസിബിൾ ആവുന്നുണ്ടോ, ഹെയർ ലൈൻ പിന്നിലോട്ട് പോകുന്നുണ്ടോ, ക്രൗൺ ഏരിയ തിന്നിങ് ഉണ്ടോ, ഇതാണ് ഞാൻ നോക്കാറുള്ളത്. കാരണം മെയിൽ പാറ്റേൺ ബാലൻസിൽ നേരത്തെ ചികിത്സ തുടങ്ങിയാലാണ് മുടി കൂടുതൽ സംരക്ഷിക്കാൻ സാധിക്കുക. പക്ഷെ പല പുരുഷന്മാരും സ്കാൽപ്പ് വിസിബിൾ ആവുന്നവരെയും കാത്തിരിക്കും. അപ്പോഴേക്കും വർഷങ്ങളായി ഹെയർ ഫോളിക്കിൾസ് നാരോ ആകാൻ തുടങ്ങിയിരിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ ശരിയായ ചികിത്സ എടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ കഷണ്ടിയും മുടി കൊഴിച്ചിലും കുറയാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ആ വീഡിയോ കാണാനായിട്ട് ഇപ്പോൾ തന്നെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഹെയർ ലൈൻ പഴയ ഫോട്ടോയുമായി കമ്പയർ ചെയ്യുമ്പോൾ പിന്നിലോട്ട് പോയിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യൂ.